മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലി സംബന്ധിച്ച് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശനം. മുഖ്യമന്ത്രി ചർച്ച തെറ്റായ സന്ദേശം നൽകുമെന്ന് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. പുനഃസംഘടനയിൽ നിലപാട് വേണമെന്ന ആവശ്യമുയർത്തിയ യോഗത്തിൽ ചർച്ചകൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും പൊതു അഭിപ്രായമുയർന്നു. PV അൻവറിന്റെ UDF പ്രവേശനം രാഷ്ട്രീയകാര്യ സമിതി കൂട്ടായ തീരുമാനത്തിനായി വിടുകയും ചെയ്തു. പാർട്ടി തലപ്പത്ത് മറനീക്കിയ അഭിപ്രായ ഭിന്നതകൾ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം തുടങ്ങിവെച്ചത് മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ അനാവശ്യമെന്ന് PJ കുര്യൻ ആഞ്ഞടിച്ചു. സാമുദായിക സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുത്ത് താക്കോൽ സ്ഥാനത്തേക്ക് ആരെന്ന് സാമുദായിക നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന സതീശനെയും രമേശ് ചെന്നിത്തലയും ഉന്നം വെച്ചായിരുന്നു പാർട്ടിയിലെ മുതിർന്ന നേതാവ് കൂടിയായ കുര്യന്റെ വാക്കുകൾ. നേതാക്കൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ പൊതുവികാരമായി മാറി. KPCC അധ്യക്ഷൻ K. സുധാകരനും VD സതീശനും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്നും പരസ്പരം ഐക്യം വർദ്ധിപ്പിക്കണമെന്നും മറ്റു നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒരാഴ്ച മുമ്പ് ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചതും സതീശൻ KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാത്തതും വിവാദമായിരുന്നു. ഇത്തരം വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്തു. പിന്നീട് തന്റെ ഊഴമെത്തിയപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായ നയം തന്നെയാണ് തന്റേതെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും പൊതുവികാരത്തിനൊപ്പം നിലകൊണ്ടു. ഓൺലൈനായിട്ടാണ് ചെന്നിത്തല പങ്കെടുത്തത്. KPCC പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. ചർച്ചകൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകരുതെന്നു കൂടിയുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ PV അൻവറിന്റെ UDFിലേക്ക് ചേക്കേറാൻ താല്പര്യം കാണിച്ചുള്ള കത്തിന്മേലുള്ള ചർച്ചയിൽ അത്ര ആവേശം ഭൂരിഭാഗം നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായില്ലെന്നതാണ് വിവരം. കൂട്ടായ തീരുമാനം വേണമെന്ന് ഒറ്റവാക്കിൽ ഇതൊതുങ്ങുകയും ചെയ്തു. ചർച്ചയുടെ അവസാനം വരുന്ന തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന അഭിപ്രായത്തിലേക്കും യോഗമെത്തി. അതേസമയം സംസ്ഥാന നേതാക്കളുമായി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തും. ജനറൽ സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഹൈക്കമാൻഡിന്റെ തുടർ നടപടി. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.